എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 29 തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചിരിക്കുകയാണ്. മിക്കവാറും ആളുകൾക്കെല്ലാം തുക കിട്ടിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ നിന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചത് പ്രകാരം രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും ക്ഷയരോഗികൾക്കുമുള്ള പെൻഷൻ 1000 രൂപയിൽ നിന്നും 2000 രൂപയാക്കി വി.ഡി. സതീശൻ സർക്കാർ വർദ്ധിപ്പിച്ചു. ക്ഷേമ പെൻഷനും 3000 രൂപയിലേക്ക് 1000 രൂപ വർദ്ധിച്ചു 3000-ത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിന്റെ വർധനവ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടില്ല. എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കും ഇത്തരം രോഗികളായി കഴിഞ്ഞാൽ ഈ ഒരു സഹായം ലഭിക്കുന്നതാണ്. സംസ്ഥാനത്തെ 1 ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർ, നാട്ടിൽ സ്ഥിരതാമസമായിട്ടുള്ള രോഗികൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത്. അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങൾ മുഖേനയും നേരിട്ടും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. സർക്കാർ മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഡോക്ടർ നൽകുന്ന സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സഹായം അനുവദിക്കുന്നതും എല്ലാ വർഷവും പുതുക്കി നൽകുന്നതും. നിലവിൽ ലഭിക്കുന്ന ആളുകൾക്ക് 1 വർഷത്തിന് ശേഷവും ഇതിന് അർഹത ഉണ്ട് എന്ന് ഡോക്ടർ വീണ്ടും സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമാണ് 1 വർഷത്തിന് ശേഷം വീണ്ടും ലഭിക്കുക. രോഗിയായിരിക്കുന്ന എത്ര വർഷം വേണമെങ്കിലും ഈ ഒരു സഹായം ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ റേഷൻ കാർഡിന്റെ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, IFSC കോഡും അക്കൗണ്ട് നമ്പറും അടങ്ങിയിട്ടുള്ള പാസ്ബുക്കിന്റെ പകർപ്പ്, ഫോട്ടോ, വയസ്സ് തെളിയിക്കുന്ന രേഖ ഇവയൊക്കെയാണ് വേണ്ടത്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡിൽ വയസ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതോ SSLC ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ്, ID കാർഡ് ഇവ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപ്രകാരം ഓൺലൈനായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും മെഡിക്കൽ രേഖയും ഇതിനു വേണ്ടിയിട്ട് ആവശ്യമാണ്. നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും ഈ ഇത്തരം രോഗികളാവുകയാണ് എങ്കിൽ ഈ സഹായം ലഭിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പല ആളുകൾക്കും ഇത് അറിയാത്തത് കൊണ്ട് തന്നെ നഷ്ടപ്പെടുത്തുന്നതാണ്. എല്ലാ മാസവും കൃത്യമായിട്ട് ഇത് ലഭിക്കുന്നില്ല. ലഭിക്കുമ്പോൾ തുടർച്ചയായിട്ട് 3-4 മാസത്തേത് ഒരുമിച്ചാണ് ലഭിക്കാറുള്ളത്. അങ്ങനെ ലഭിച്ചു പോവുകയാണ്. സ്ത്രീകൾക്ക് ലഭിക്കുന്ന വായ്പാ പദ്ധതികളെ കുറിച്ചാണ്. ഇത് മുദ്രാ ലോണാണ്. അത് പുരുഷന്മാർക്കും ലഭിക്കും, പക്ഷെ സ്ത്രീകൾക്ക് ഇതിന് ഒരു മുൻഗണന ലഭിക്കാറുണ്ട്. വീടിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ ചെറുകിട സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള തുകയാണ്. ഈടില്ലാതെ നമുക്ക് വായ്പ ലഭിക്കുക. 3 തരത്തിലുള്ള വായ്പകളാണ് ലഭിക്കുന്നത്. ശിശു, കിഷോർ, തരുൺ പ്ലസ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായിട്ടാണ് വായ്പ ലഭിക്കുക. 50,000 രൂപ വരെ വായ്പ ലഭിക്കുന്നതിന് ശിശു വായ്പകൾ എന്നാണ് അറിയപ്പെടുന്നത്. 50,000 മുതൽ 5 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നതിന് കിഷോർ വായ്പകൾ എന്നാണ് അറിയപ്പെടുന്നത്. 5 മുതൽ 10 ലക്ഷം രൂപ വരെ തരുൺ വായ്പകളും 10 മുതൽ 20 ലക്ഷം രൂപ വരെ തരുൺ പ്ലസ് വായ്പകളും ലഭിക്കുന്നതാണ്. ഇത് നമ്മൾ തുടങ്ങാൻ പോകുന്ന ചെറുകിട വ്യവസായത്തിന്റെ അല്ലെങ്കിൽ ബിസിനസിന്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ലോണുകൾ ലഭിക്കുക. ഈടില്ലാതെയാണ് ഈ ഒരു വായ്പ ലഭിക്കുന്നത്. തവണയുടെ ഒരു പ്രത്യേകത ഈട് നൽകേണ്ട എന്ന് മാത്രമല്ല, മാർജിൻ മണി സബ്സിഡിയും ലഭിക്കുന്നതാണ്. ഗ്രാമപ്രദേശങ്ങളിൽ 35% സബ്സിഡിയും നഗരപ്രദേശങ്ങളിൽ 25% സബ്സിഡിയുമാണ് ലഭിക്കുക. PMEGPയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷകർ 18 വയസ്സ് പൂർത്തിയായവരായിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ജൂലൈ 31-നകം KYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് പാചക വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വിവിധ ഏജൻസികൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനാൽ ഇനിയും നടപടിക്രമം പൂർത്തിയാക്കാത്തവർ ഉടൻ തന്നെ KYC നിർവഹിക്കണമെന്ന് വിവിധ ഗ്യാസ് ഏജൻസികൾ അറിയിച്ചു. എല്ലാവരും KYC ചെയ്യണമോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് KYC ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതുവരെ ഒരിക്കൽ പോലും KYC ബയോമെട്രിക് ചെയ്യാത്ത എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും KYC ചെയ്യണം. എന്നാൽ മാത്രമേ ഗ്യാസ് തടസ്സപ്പെടാതെ കിട്ടുകയുള്ളൂ. ഇതിനകം തന്നെ KYC ചെയ്തിട്ടുള്ള സാധാരണ ഉപഭോക്താക്കൾക്ക് വീണ്ടും ചെയ്യേണ്ടതില്ല. അതേസമയം പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾ, നിലവിൽ സബ്സിഡി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളായിട്ടുള്ളവർ എല്ലാ വർഷവും ഈ KYC ചെയ്യണം. ഇല്ല എങ്കിൽ സബ്സിഡി നഷ്ടപ്പെടുന്നതാണ്. ആരുടെ പേരിലാണോ കണക്ഷൻ ഉള്ളത് അവരാണ് KYC നടപടി പൂർത്തീകരിക്കേണ്ടത്. ഉടമ മരിച്ചു പോയാലോ അല്ലെങ്കിൽ സ്ഥലത്തില്ല എങ്കിലോ കണക്ഷൻ നിയമാനുസൃതമായിട്ടുള്ള മറ്റൊരു അവകാശിയുടെ പേരിലേക്ക് മാറ്റുകയും പിന്നീട് KYC നടപടികൾ ബയോമെട്രിക് പൂർത്തീകരിക്കുകയും ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാചകവാതകത്തിന് വില കൂടിയേക്കും എന്നുള്ളതാണ് വിവരം. ഹോർമോസ് കടലിടുക്ക് വീണ്ടും അടച്ചതിനെ തുടർന്ന് രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലക്ക് പുറമെ ഗ്യാസിനും അടുത്ത മാസം 1-ാം തീയതി
വില കൂടുമെന്ന് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ ഗ്യാസ് പുതിയ ഗ്യാസ് സിലിണ്ടറുകൾ അവതരിപ്പിച്ചു. 10 കിലോഗ്രാം തൂക്കം വരുന്ന ഇന്ത്യൻ എക്സ്ട്രാ ലൈറ്റ് നോ കോമ്പോസിറ്റ് LPG സിലിണ്ടറുകൾ അവതരിപ്പിച്ചതിനോടൊപ്പം വേഗത്തിലുള്ള ഹോം ഡെലിവറി സേവനവും അവതരിപ്പിച്ചു. ഭാരം കുറഞ്ഞതും തുരുമ്പ് പിടിക്കാത്തതുമായ കോമ്പോസിറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇന്ത്യൻ എക്സ്ട്രാ ലൈറ്റ് നൗ സിലിണ്ടർ നിർമ്മിച്ചിട്ടുള്ളത്. സിലിണ്ടറിലെ വാതകത്തിന്റെ അളവ് പുറത്തുനിന്നു തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ സുതാര്യമായ പുറംഭാഗം ഇതിന്റെ പ്രത്യേകതയാണ്. ബുക്കിംഗ് നടത്തി 4 മണിക്കൂറിനുള്ളിൽ സിലിണ്ടർ വീട്ടിൽ എത്തിക്കുന്ന സേവനമാണ് പദ്ധതിയുടെ പ്രധാന പ്രത്യേകത. ഇതിനൊപ്പം ജനപ്രിയമായ 5 കിലോഗ്രാം ചോട്ടു സിലിണ്ടറിനും 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഹോം ഡെലിവറി ലഭ്യമാക്കുന്ന സേവനവും ഇന്ത്യൻ ഗ്യാസ് ആരംഭിച്ചു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം.